ബിഗ് ബോസ് മലയാളം സീസൺ 7 നാളത്തെ പ്രമോയൊക്കെ വന്നിട്ടുണ്ട്. നാളത്തെ പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന നോമിനേഷൻ തന്നെയാണ്. നാളത്തെ നോമിനേഷൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. സാധാരണ എല്ലാവരും ഇരുത്തി അല്ലെങ്കിൽ സീക്രട്ട് റൂമിലോ അല്ലെങ്കിൽ കൺഫെക്ഷൻ റൂമിലൊക്കെ ഇരുത്തിയാണ് നോമിനേഷൻ നടക്കാറ്. എന്നാൽ ഇത്തവണ നേരെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഓരോരുത്തരും ഓരോരോ ടാസ്ക് അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓരോരുത്തരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു, സ്പോട്ടിൽ തന്നെ നോമിനേഷൻ പറയുന്നു. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു നോമിനേഷനാണ് നാളെ നടക്കാൻ പോകുന്നതെന്നാണ് ഏറ്റവും പുതിയ പ്രമോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇനി 9 പേരാണ് ഹൗസിൽ ബാക്കിയുള്ളത്. ലക്ഷ്മി ഇന്ന് എവിക്റ്റായി പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഇനി 9 പേര് ടിക്കറ്റ് ഫിനാലെയൊക്കെ വരാൻ പോകുന്നുണ്ട്. ഒരാൾ ഡയറക്റ്റ് ടോപ്പ് 5 അതായത് ഫിനാലെ എപ്പിസോഡിലോട്ട് വരാനും ബാക്കിയുള്ളവർ എവിക്റ്റായി പോകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാത്തിരിക്കാം. നാളെ എല്ലാവരും ഗ്രൂപ്പിസം കളിച്ച് നമ്മുടെ അനീഷേൻ്റെ പേര് തന്നെ പറയുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടസ്റ്റൻറ്റുകളെ തന്നെ പറഞ്ഞ് ഇവരെല്ലാം തന്നെ സെൽഫ് ഗെയിം കളിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി. ഇനി 9 പേരേ ഉള്ളൂ. ഇനി ഗ്രൂപ്പൊക്കെ കളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് ഡയറക്ടർ തന്നെ വീണ്ടും പറയുന്നുണ്ട്. കാരണം ഒരാൾക്ക് മാത്രമേ കപ്പടിക്കാൻ പറ്റത്തുള്ളൂ. നിലവിൽ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അനീഷേട്ടൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പുള്ളി എന്തായാലും സത്യസന്ധമായിട്ടുള്ള ഒരു നോമിനേഷൻ ചെയ്യും. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിനകത്ത് കണ്ടു തന്നെ അറിയാം. അപ്പം അടുത്ത ആഴ്ച ആര് പോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അവിടെ തന്നെ ആര് ഈ ഒരു സീസണിൽ കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.